ഞങ്ങള് രാജാക്കാടുന്ന് വരുന്നത്. ഇത് ഇപ്പം ഞങ്ങള് നേരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു വാഗമണ്ണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണ്. നല്ല രസമുണ്ട്. നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഉള്ളിലൊരു പേടിയൊക്കെ തോന്നും ഇതിലേക്കൂടെ നടക്കുക. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുന്ന നല്ല രസമുണ്ട്. ഇതുവരെ താഴോട്ട് നോക്കിയോ? താഴേക്ക് നോക്കിയാലാണ് പ്രശ്നം. നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമണ്ണാണ്. വാഗമണ്ണ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറാൻ മുന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുവരാം. ഇപ്പോൾ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ നിന്ന് കണ്ടില്ലേ, ഒരുപാട് സഞ്ചാരികളാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വന്നത്. ഇന്ത്യസ് ലോങ്സ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ്. കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ സഞ്ചാരികൾക്കായിട്ട് ഇവിടെ തുറന്നു കൊടുക്കും. സീസൺ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. പയ്യന്നൂർ. അപ്പോൾ ഇന്ന് രാവിലെ വന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നിട്ട്? പേടി തോന്നിയോ? കയറി വരും പേടി തോന്നിയോ? താഴോട്ട് നോക്കുവേ മോൻ, താഴോട്ട് നോക്കി. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൗണ്ട് വന്നില്ല മോന്. എങ്ങനെയുണ്ട്? ചേട്ടാ ആദ്യമായിട്ടാ വരുന്നത്. നല്ലൊരു അനുഭവം. ഇങ്ങോട്ട് കയറി വന്നപ്പോ താഴോട്ട് നോക്കിയപ്പോ ഫസ്റ്റിലൊരു പേടി ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടോ? ഞങ്ങള് വരുന്ന ഖത്തറിലാണ്. അവിടെ ഉണ്ട്, പക്ഷെ അതിങ്ങനെയല്ല. താഴെ വെള്ളമാണ്. പക്ഷെ നേരെ ഒരു ലൈനല്ല. സൈഡില് തൂണും ബ്രിഡ്ജ് എല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ പേടി തോന്നൂല. വീണാലൊന്നും സംഭവിക്കത്തില്ലല്ലേ? പക്ഷെ അതിങ്ങനെ ഈ ലൈനിലല്ല നിക്കുന്നത്. അതെല്ലാം നിൽക്കുന്നത്. അതൊന്നും പേടിയാകില്ല. താഴോട്ട് നോക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു വെക്കേഷൻ സമയം ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ആഘോഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലുള്ള കുട്ടികൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 ജില്ലയാണ്. 2 ജില്ല സംഭവിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പം ഏതൊക്കെ കോട്ടയം, അങ്ങനെ 2 ജില്ലകൾ സംഗമിക്കുന്ന ഇവിടെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഇവിടെ പാരാഗ്ലൈഡിങ്, അതുപോലെ സിപ്പ് ലൈന്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് കേട്ടോ. പാരാഗ്ലൈഡിങ് ഉണ്ടോ? ഇപ്പോൾ പാരാഗ്ലൈഡിങ് ഉണ്ട്. കാറ്റടിച്ചാൽ പറക്കും. ട്രെയിലടിക്ക് വെച്ചിട്ട് ട്രെയിലടിച്ചിട്ട് എന്നിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ഇത് നമ്മൾ എല്ലാ ഇടിമിന്നലൊക്കെ കാരണം കൊണ്ട് ഇത് കമ്പിയല്ലേ. അപ്പോൾ നമ്മൾ ആ സാധനം വെച്ചിട്ടുണ്ടായതിന് പിന്നെ കമ്പി കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു പേടിയല്ലേ, ഒരു കയറ്റിലല്ലേ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മേല് കുറച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലോസാക്കി വരുന്നത്. നമ്മൾ എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്ന് വരും ആൾക്കാർ ഇത് കാണാൻ വേണ്ടി. കുഴപ്പമില്ല, നല്ല ഭംഗിയായിരിക്കും എല്ലാം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് വന്ന ഗസ്റ്റിൽ നിന്നേ പേടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറെ ഉണ്ടായിട്ടുണ്ട്. പകുതി വന്നിട്ട് പിന്നെയും കൈപിടിച്ച് വിളിച്ചിട്ട് പോകാൻ പറയും. ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് പോകും. നിലവിളിക്കും അല്ലേ? പേടിച്ച് വിളിക്കും. ഞങ്ങൾ വിളിച്ചിട്ട് പോകും. അവിടെ അപ്പുറത്ത് വേണ്ടുന്ന ഒരു അപ്പം തന്നെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ? കൊടുക്കും. അത്രേ ഉള്ളൂ.
ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇതിനൊരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു അതല്ലേ? കണ്ട് ഒരുപാട് കണ്ട് എക്സ്പീരിയൻസ് ആയി കുറച്ച്. ഓരോരുത്തരുടെ ആദ്യം വരുന്നവർക്കൊക്കെയാണ് ഇതിന് ഒരു ഭയങ്കര ഒരു പേടി തോന്നിയിരുന്നത്. ഇപ്പം എല്ലാവരുടെ പേടികളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നടക്കുന്ന കുട്ടികളൊക്കെ കൊണ്ട് ഈസിയായിട്ട് നടന്നു. അപ്പം നമുക്ക് മറ്റു കാഴ്ചകളിലേക്ക് നമ്മൾ ഈ ഒരു ഇതിൻ്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് കാലത്ത് 9 മണി മുതൽ വൈകുന്നേരം 5 മണി. അതുപോലെ തന്നെ മഴയുള്ള ദിവസങ്ങളിൽ കുഴപ്പമില്ല. ഇടിയൊക്കെ ഇടിമിന്നലുള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ വന്നിരിക്കുന്നത് അതായത് വെക്കേഷൻ സമയമാണ്. ഈ വെക്കേഷൻ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് ആസ്ട്രേലിയൻ. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുന്നത് 5 വയസ്സിന് മുകളിലോട്ടാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത്. അതെ. ഒരു പ്രാവശ്യം എത്ര അറ്റ് എ ടൈം 15 പേര്.